എനിക്കറിയില്ല. ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ പെങ്ങൾക്ക് ഇത്ര വലിയൊരു യാത്രയായിപ്പോൾ നൽകാൻ നിങ്ങളോരോരുത്തരും കടന്നു വന്നതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. സർവമഹത്വം എൻ്റെ ദൈവത്തിന് ഞാൻ അർപ്പിക്കുകയാണ്. ഞങ്ങളോടുള്ള സ്നേഹത്തെക്കാൾ ഉപരി കെസിയാമോളോടുള്ള സ്നേഹത്തെയാണ് ഇത് കാണിക്കുന്നത്. അത് മാത്രം മതി ഞങ്ങൾക്ക്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കെസിയാമോളുമായിട്ട് അത്രമാത്രം അടുപ്പവും ഉള്ളവരാണ്. എനിക്ക് പേരെടുത്ത് പറയണമെന്നുണ്ട്, പക്ഷെ സമയത്തിൻ്റെ സാഹചര്യത്തിൻ്റെ എനിക്ക് പറയുവാനാണെങ്കിൽ ഒരു ദിവസമോ എനിക്ക് എത്ര ദിവസം കിട്ടിയാലും എൻ്റെ കുഞ്ഞിനെ കുറിച്ച് പറയുവാൻ തീർക്കാൻ സാധ്യമല്ല. കാരണം അവൾ എനിക്ക് ഒരു കുഞ്ഞു പെങ്ങൾ മാത്രമായിരുന്നില്ല, എൻ്റെ എല്ലാമായിരുന്നു. എൻ്റെ ഏതവസ്ഥയിലും എൻ്റെ കൂടെ അവളുണ്ടായിരുന്നു. അതിൽ കൂടുതൽ എനിക്ക് വിവരിക്കുവാൻ സാധ്യമല്ല. ഇതുപോലൊരു പെങ്ങളെ എനിക്ക് കിട്ടിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ കുഞ്ഞു പെങ്ങൾ എന്നെ വിളിക്കുന്നത് ക്ലീറ്റാന്നും ക്ലീറ്റപ്പാന്നൊക്കെയാണ്. കെസിയാന്ന് വിളിക്കുന്നേക്കാളും കൂടുതൽ അവൾക്ക് ഇഷ്ടം കുക്കു എന്ന് വിളിക്കും. ഞാൻ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് കുക്കുമോളെ എന്നാ. അത്രമാത്രം ആഴമേറിയ സ്നേഹമാണ് പ്രിയ കുഞ്ഞ് ഞങ്ങൾക്ക് തന്നിട്ട് പോയത്. എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരോടും ഞാൻ ചെയ്യുന്നതിലുപരിയായിട്ടാണ് പ്രിയ കുഞ്ഞ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാവരും ഓർപ്പിച്ചു, അവൾ മിടുക്കിയായിരുന്നു, അവൾക്ക് ഒത്തിരി കഴിവുകളുണ്ടായിരുന്നു, ധാരാളം വായിക്കുമായിരുന്നു, എഴുതുമായിരുന്നു. എല്ലാ നിലയിലും എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഇവിടെ ഒരു കാര്യം ഓർപ്പിച്ചല്ലോ, അവൾ ആരോടും പിണങ്ങാറില്ല. അവളോട് ആരെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും മിണ്ടാതെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്കത് വളരെയധികം സങ്കടമാണ് അവളുടെ ജീവിതത്തിൽ. അവൾ പിന്നെ അവരെ വിളിക്കും, അവരോട് സംസാരിക്കും. അവൾ അത്രമാത്രം ഓരോരുത്തരോടും ഹൃദ്യമായ സ്നേഹം പുലർത്തി പോന്നിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ ഒരു വിളക്കായിരുന്നു. വിളക്കാണ് ഇന്ന് അണഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഓർപ്പിച്ചതുപോലെ ഞങ്ങൾക്കൊരു വലിയ പ്രത്യാശയുണ്ട്. ആ പൊൻപുലരിയിൽ നമ്മൾ ഓരോരുത്തരും ഞങ്ങളുടെ കിസിയെ കാണും, ഞങ്ങളുടെ മോളെ കാണും. ഒരു കാര്യം ഓർപ്പിച്ചോട്ടെ, പ്രിയ സുബൻ മോന് കിസിയായിക്ക് ഏറ്റവും അനുഗ്രഹമായിരുന്നു. ഇവർ തമ്മിൽ സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓർക്കും, ഇപ്പം കല്യാണം കഴിച്ചതാണെന്ന് ഓർക്കും. സ്റ്റേറ്റ്സിൽ നിന്ന് വിളിക്കുമ്പോൾ 1.5 മണിക്കൂറാണ് സംസാരിക്കുന്നത്. ഞാൻ തന്നെ കിസിയായി പലതവണ കളിയാക്കിയിട്ടുണ്ട് ആ കാര്യത്തിൽ. സുബൻ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഈ എന്താ പറയുക, കുഞ്ഞുകുട്ടികൾ ആയിരിക്കുമ്പോൾ ഈ അമർചിത്ര കഥകളൊക്കെ പിള്ളേർക്ക് വായിച്ച് കേൾപ്പിക്കുന്ന പോലെയാണ് സുമോൻ പറഞ്ഞു കൊടുക്കുന്നത്. അതുമാത്രമല്ല,
അവളുടെ എല്ലാ നീഡ്സിലും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം അവൾക്ക് അതുപോലെ ആവശ്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ മോനെ, ഞാൻ ഒത്തിരി നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഒത്തിരി കടപ്പാടുണ്ട് എനിക്ക്. ഞങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല. എന്ന പ്രിയ മകൻ അക്കാര്യങ്ങളെല്ലാം നിറവേറ്റി. നമുക്ക് ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നു, അവളുടെ ഫ്യൂണറൽ സർവീസ് ഏറ്റവും മനോഹരം അനുഗ്രഹമായി അത് തീരണമെന്നുള്ളത് മാത്രമായിരുന്നു. അവൾ ആഗ്രഹിച്ച പോലെയാണ് ഇവിടെയുള്ള ദേവദാസനും എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഈ ഓർക്കസ്ട്രയിൽ എല്ലാവരും ഇവിടെ വന്നു ചേർന്നത്. അവൾ ഇഷ്ടമുള്ള ഗാനങ്ങളാണ് ഇവരെല്ലാവരും ചേർന്ന് പാടിയത്. ഇവരെല്ലാം എൻ്റെ സഹോദരങ്ങളാണ്. ഇവിടെയുള്ള ദേവദാസന്മാർ കടന്നു വന്നിരിക്കുന്നവരെല്ലാവരും, ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരും ഞങ്ങളെ സ്നേഹിച്ചു കടന്നു വന്നവരാണ്. സുബനി, ശേഷ പപ്പായെയും മമ്മിയെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. അവര് ഇപ്പോൾ ഇതെല്ലാം കഴിയും, ഞങ്ങൾ വീണ്ടും തനിച്ചാവും. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആ വലിയ ശക്തിയില്ലെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവരെ വിശേഷാൽ ഓർക്കുക, അടിയങ്ങളെ ഓർക്കുക. ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിച്ചുകൊണ്ട്, എനിക്ക് പറഞ്ഞാൽ തീരത്തില്ല, എന്നാൽ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചുകൊണ്ടിരുന്നോളാം. പ്രിയ മോക്ക് പലപ്പോഴും ഇങ്ങനെയൊക്കെ ഓരോ പ്രയാസങ്ങൾ കടന്നു വരുമ്പം അവൾക്ക് അതുപോലെ ബുദ്ധിമുട്ട് വന്നാൽ മാത്രമേ എൻ്റെ റൂമിൽ വന്ന് കീറ്റപ്പാന്നോ അല്ലെ അച്ചാച്ചാന്നോ വിളിച്ച്, അച്ഛാ നമുക്കൊന്ന് ബേസിൽ പോവാം, ഞങ്ങളുടെ അടുത്ത ഹോസ്പിറ്റലാണ്, ബേസിൽ പോവാമെന്ന് പറയത്തുള്ളൂ. അന്ന് രാവിലെ പ്രിയ ആരോൺ മോന് ക്രിസ്ത്യാമ്മോട് കൂടെയാണ് കിടക്കുന്നത്. കുഞ്ഞ് വന്ന വിളിച്ചത്. കുഞ്ഞിനെ ഞാൻ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയായിരുന്നു. വളരെയധികം വിഷമത പ്രിയ മകൾ അനുഭവിച്ചിരുന്നു ആ ദിവസങ്ങളിൽ. 2 ദിവസങ്ങളായിട്ട് വയറിന് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അവൾ ഒരു വിധത്തിലാണ് കയറിപ്പോയത്. അപ്പം ഞാൻ വിചാരിച്ച് എന്നും ഇതുപോലൊക്കെ തന്നെയാണ്, ഒരു IV ഇഞ്ചക്ഷനൊക്കെ ഇട്ടിട്ട് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് സന്തോഷത്തോടെ, ഇതെപ്പോഴും സംഭവിക്കാറുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതിന് കാരണം ഞാനും എൻ്റെ പ്രിയ മകളും ഞങ്ങളുടെ കോട്ടയം ചർച്ചിലുള്ളത്, അങ്ങനെ മറ്റു പലവരുടെയും ഫ്യൂണറൽ ഞങ്ങൾ ഒന്നിച്ച് പാടിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇത്രയും വേഗത്തിൽ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാനത് പറയാൻ കാരണം, പ്രിയമകളെ അവിടെ അഡ്മിറ്റ് ചെയ്തപ്പോൾ അവൾ കടന്നുപോയ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങളോട് ഓർപ്പിക്കാനാണ്. ഞാൻ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. പ്രിയമോള് വ്യാഴാഴ്ചയാണ് കടന്നുപോയത്. വെള്ളിയാഴ്ച വൈകിട്ട് ആ ഹോസ്പിറ്റലിൻ്റെ ഓണർ ഡോക്ടർ സൈരു ചാണ്ടി സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ക്ലീറ്റസിനെ ഒന്ന് കാണണം. ഞാൻ ഓർത്തു അന്ന് പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റിയില്ല, ഇനി അതുവല്ലോ ആയിരിക്കുമോ. സാർ പറഞ്ഞു, ഒരിക്കലും അല്ല, എനിക്ക് നേരിൽ കാണണം, എനിക്ക് സംസാരിക്കണം. അപ്പോൾ റാണി പിറ്റേ ദിവസം രാവിലെ വന്നു, ഞങ്ങൾ ഒന്നിച്ച് ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. ഞങ്ങൾ ചെല്ലുമ്പം ഡോക്ടർ കണ്ണെല്ലാം നിറഞ്ഞിരിക്കുക. അപ്പോൾ പേഷ്യൻസ് ഉണ്ട്, അവരെ ഇറക്കിയതിന് ശേഷമാണ്. ഞങ്ങൾ ഡോക്ടറോട് വളരെയധികം ആകാംക്ഷയോട് ചോദിച്ചു, എന്താ ഡോക്ടറെ കാര്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറിൻ്റെ ഇത്ര വർഷത്തിൻ്റെ എക്സ്പീരിയൻസിൽ ഇതുപോലൊരു മരണം ഡോക്ടർ കണ്ടിട്ടില്ല. എന്നോട് പറഞ്ഞത്, ചെറിയ ഹോസ്പിറ്റലാണെങ്കിലും ഒരു 47-48 മരണം ഡോക്ടർ കാണുന്നതാണ്. എന്നാൽ ഇതുപോലൊരു മരണം ഡോക്ടർ പറയുന്നത് ഇങ്ങനെയാണ്, പ്രിയമോള് കാർഡിയക് അറസ്റ്റും കാർഡിയക് അറസ്റ്റ് ഉണ്ടായ സമയത്ത്, അവൾ കിടക്കുന്ന സമയത്ത് ചുറ്റും നഴ്സസ് എല്ലാം ഉണ്ട്. എന്നാൽ ഡോക്ടർ പ്രിയമാളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഡോക്ടർ പറയുന്നത്, ഞാൻ ഇതുവരെ കാണാത്തൊരു കാര്യം
പ്രിയ മോളിൽ കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും ഭയങ്കര ആകാംക്ഷയായി. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ ഡോക്ടറിൻ്റെ കണ്ണിൽ കണ്ണുനീര് നിറയുന്നുണ്ട്. ഡോക്ടർ പറയുന്നത്, പ്രിയ മകള് മോള് ഓൾറെഡി പോയി, എന്നാൽ ഡോക്ടറിനെ കാണിച്ചു കൊടുത്തു. പ്രിയ മോള് ഇങ്ങനെ എഴുന്നേറ്റ് അവളുടെ ബെഡിൽ നിന്ന് ഒരു എന്താ പറയുക, കുറച്ചിങ്ങനെ പൊങ്ങി കൈകൾ രണ്ടും മുകളിലോട്ടിങ്ങനെ ഉയർത്തി, എന്നിട്ട് അവൾ ആ കൈ ഇങ്ങനെ ചേർത്ത് മാറോട് പുള്ളി പറയും, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല, ഇങ്ങനൊരു മരണം കണ്ടിട്ടില്ല. ഭീകരമായ മരണങ്ങൾ മാത്രമാണ് പുള്ളി കണ്ടിട്ടുള്ളത്. പുള്ളി പറഞ്ഞു, ഒരു വാക്കാണ് എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചത്, ഈ ഹോസ്പിറ്റലും ഈ ബേസ് ഹോസ്പിറ്റലും ദൈവം വന്നു. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന കെസിയ ഒരു ബിലീവറായിരുന്നു. കെസിയയ്ക്ക് അത്രമാത്രം ദൈവമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു. ഇത് കൂടുതലൊരു സാക്ഷ്യം, ഒരു ടെസ്റ്റിമണിയോ എൻ്റെ മോളെക്കുറിച്ച് എനിക്ക് വേറൊന്നും കേൾക്കാനായിട്ടില്ല. ഞങ്ങൾക്ക് വലിയൊരു വിടവാണ്. എന്നാൽ വലിയവനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ ശക്തീകരിക്കുക, മുന്നോട്ട് കൊണ്ടുപോകാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രിയ കെസിയാടെ കൂട്ടുകാർ പലരും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്, കൂടെ പഠിച്ചവരും എല്ലാം. ഞങ്ങൾ ഒന്നിച്ച് ഡയാലിസിന് പോകുന്ന സ്മീച്ചേച്ചി കുരുനങ്ങളെ ഏറ്റവും അവസാനം ഓർപ്പിച്ചതുപോലെ എൻ്റെ കെസിയാമോള് കണ്ട ആ വലിയ പ്രത്യാശ നിങ്ങൾ നഷ്ടമാക്കരുത്. അത് സ്വന്തമാക്കിയിട്ട് നിങ്ങൾ ഇവിടുന്ന് കടന്നു പോകാവൂ. അത്രമാത്രം ഒരു ദർശനമുള്ള ഒരു കുഞ്ഞായിരുന്നു. വലിയൊരു ദൈവം സഹായിക്കട്ടെ. ഞാൻ മുന്നോട്ട് എനിക്ക് പറയാൻ സാധിക്കത്തില്ല. ഇത്രയും സമയം എനിക്ക് നൽകി തന്ന ഞങ്ങളുടെ കോട്ടയം സഭയോടുള്ള അവിടെയുള്ള ഓരോ അംഗങ്ങളോടുമുള്ള അവർ ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും, പിന്നെ ഇവിടെ കടന്നു വരുന്നിരിക്കുന്ന ഓരോരുത്തർക്കും എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവും നന്ദി ഞാൻ അറിയിച്ചുള്ളൂ. ഞങ്ങളെ തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.